ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ബൈറ്റ് പീക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നമ്മുടെ നെറ്റ്വർക്ക് കേബിളിനെ കുറിച്ച് ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ മോഡത്തിൽ നിന്ന് വൈഫൈയിൽ നിന്നൊക്കെ നമുക്ക് ധാരാളം റേഞ്ച് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ PC എപ്പോഴും ഡിസ്കണക്റ്റ് ആയിക്കൊണ്ടിരിക്കും. ഇത് നമുക്ക് ഒരു HD വീഡിയോസ് പ്ലേ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ 4K വീഡിയോസ് പ്ലേ ചെയ്യുമ്പോഴോ ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ഇതുപോലെ നെറ്റ്വർക്ക് കേബിളുകൾ വലിക്കാറുണ്ട്. അത് നെറ്റ്വർക്ക് കേബിൾ ആയിരിക്കും എപ്പോഴും ഫാസ്റ്റ് വൈഫൈ ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലൊരു ഡാറ്റ ട്രാൻസ്ഫർ നമുക്ക് നെറ്റ്വർക്ക് കേബിളുകൾ ഉപയോഗിക്കുന്ന വഴി ലഭിക്കും. ഈ നെറ്റ്വർക്ക് കേബിളുകൾ തന്നെ പല തരത്തിലുള്ള നെറ്റ്വർക്ക് കേബിളുകളുണ്ട്. Cat 5, Cat 5e, Cat 6, Cat 6e അങ്ങനെ ഇങ്ങനെ ഈ റേറ്റ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ കാറ്റഗറി അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതിനനുസരിച്ച് ഇതിൻ്റെ പെർഫോമൻസ്, അതിൻ്റെ സ്പീഡ് ഡാറ്റ ക്യാരി ചെയ്യാൻ പറ്റുന്ന അളവിന് വളരെയധികം വ്യത്യാസങ്ങളുണ്ട്. ഇത് പലതരത്തിലുള്ള കേബിളുകളുണ്ട്, അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. എന്തായാലും ഇന്നത്തെ വീഡിയോ നമുക്ക് നെറ്റ്വർക്ക് കേബിളുകളെ കുറിച്ച് ചെയ്യാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഒരു Cat 6a നെറ്റ്വർക്ക് കേബിളാണ്. അത്യാവശ്യം സ്പീഡൊക്കെ ഉള്ളൊരു നെറ്റ്വർക്ക് കേബിളാണ്. 10 Gbps സ്പീഡ് നമുക്ക് Cat 6aയിൽ കിട്ടും. ഇതിൻ്റെ ഇതൊരു സിമോൺ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു നല്ലൊരു നെറ്റ്വർക്ക് കേബിളാണ്. ഇതിൻ്റെ കാറ്റഗറി ഓരോ നെറ്റ്വർക്ക് കേബിളിലും ഇതുപോലെ അതിൻ്റെ കാറ്റഗറി എന്താണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മൾ അത്യാവശ്യം CCTV ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് വീട്ടിലൊക്കെ ചെയ്യുമ്പോഴത്തേക്കൊക്കെ അത്യാവശ്യം സ്പീഡുള്ള നെറ്റ്വർക്ക് കേബിൾ മിനിമം ഒരു Cat 6 എങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ചിലർ റേറ്റ് നമ്മുടെ കേബിളിങ്ങിൻ്റെ ഒക്കെ റേറ്റൊക്കെ ഒരുപാട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് Cat 5o Cat 5e ഒക്കെ ഉപയോഗിക്കുന്നതാണ്. അത് നമുക്ക് ഡാറ്റ ട്രാൻസ്ഫറൊക്കെ വളരെ സ്ലോ ആയിരിക്കും. പണ്ട് ഇപ്പോൾ അങ്ങനെയുള്ള കേബിളുകൾ ആരും സാധാരണ അങ്ങനെ ഉപയോഗിക്കാറില്ല. മിനിമം ഒരു Cat 6 എങ്കിലും കേബിൾ നമ്മൾ ഉപയോഗിക്കണം. ഈ സെർവർ റൂമോ അങ്ങനെയൊക്കെയുള്ളെങ്കിൽ അങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ ഇതിനേക്കാൾ അഡ്വാൻസ് ആയിട്ടുള്ള കേബിളുകളൊക്കെ യൂസ് ചെയ്യും. എന്നാലും നമ്മുടെ വീട്ടിലെ ഉപയോഗത്തിന് ഒരു Cat 6 കേബിളെങ്കിലും നമ്മൾ ഇനിയിപ്പോൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ CCTV അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഡാറ്റയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഈ നെറ്റ്വർക്ക് കേബിള് കട്ട് ചെയ്ത് ജോയിൻറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യണം. മാക്സിമം നല്ല നമ്മളങ്ങനെ ചെയ്യാനേ പാടില്ല. ശരിക്കും അതിനായിട്ടുള്ള കണക്ടറുകളും ജോയിൻറ്റുകളും അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ചൊരു സ്വിച്ച് എന്ന് പറയുന്ന ഡിവൈസ് ഉണ്ട്, അങ്ങനെയൊക്കെ കണക്ട് ചെയ്തിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യാവുള്ളൂ. ഇടയ്ക്കെടുത്ത് സാധാരണ വയേഴ്സ് ജോയിൻ ചെയ്യുന്ന പോലെ നെറ്റ്വർക്ക് കേബിൾസ് ഒന്നും നമ്മൾ കട്ട് ചെയ്ത് ജോയിൻ ചെയ്യരുത്. ഇത് നമ്മൾ നെറ്റ്വർക്ക് കേബിളുകളിൽ ഉപയോഗിക്കുന്ന ഒരു കണക്ടറാണ്. RJ45 എന്നാണ് ഈ കണക്ടറിന് പറയുന്നത്. RJ45 കണക്ടറാണ് നമ്മൾ ഈ നെറ്റ്വർക്ക് കേബിൾ ഈ മൊഡ്യൂൾ പിടിപ്പിച്ച് നമ്മൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. ഇതിന് ക്രിമ്പിംഗ് ടൂൾ എന്നാണ് പറയുന്നത്. നമ്മൾ ഈ RJ45 ഈ കേബിൾ കണക്ട് ചെയ്യുന്ന പ്രോസസ്സിന് ക്രിമ്പിംഗ് എന്നാണ് പറയുന്നത്. ആ ക്രിമ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂളാണിത്. ഈ കാണുന്ന RJ45 കണക്ടർ നമ്മളിതുപോലെ ഈ ടൂളിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇതിനൊരു പെയറുകളുണ്ട്. പെയർ ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് ഏത് ടൈപ്പ് കേബിളാണ് നമ്മൾ നിർമ്മിക്കേണ്ടത് അതിനനുസരിച്ച് നമ്മൾ പെയറുകൾ അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഈ കണക്ടറിലേക്ക് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ചിത്രത്തിൽ നമുക്ക് ഒരുപാട് നെറ്റ്വർക്ക് കേബിൾ, നെറ്റ്വർക്ക് സ്വിച്ച് എന്ന് പറയുന്ന ഒരു ഡിവൈസിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നതാണ്. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ നമുക്ക് ഈ കേബിളുകൾ മനസ്സിലാക്കാൻ വളരെ ഒരു ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഈ കേബിളിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ കേബിൾ ട്രേസർ, അതായത് കേബിൾ ഏത് കേബിളാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കേബിൾ ട്രേസർ എന്ന് പറയുന്നൊരു നെറ്റ്വർക്ക് ഡിവൈസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ ഈ കേബിള് നമുക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനോ കേബിൾ ട്രേസർ അഥവാ ടെസ്റ്റർ എന്ന് പറയുന്ന ഒരു ഡിവൈസ്, ഇതിപ്പം നമുക്ക് ആമസോണിലോ ഫ്ലിപ്കാർട്ടിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു ഡിവൈസാണ്. ഇതിനകത്തൊരു കേബിൾ ടെസ്റ്ററും ഒരു കേബിൾ ട്രേസറും രണ്ടും കൂടെ കൂടിയ ഒരു ഡിവൈസാണ്. ഇതിൽ ഈ കാണുന്ന 9 വോൾട്ടിൻ്റെ ബാറ്ററി നമ്മൾ രണ്ട് ഡിവൈസിലും, ഒന്ന് ട്രാൻസ്മിറ്ററും ഒന്ന് റിസീവറുമാണ്, ഇതിലേക്ക് നമ്മൾ കണക്ട് ചെയ്യണം. ഇതുപോലെ ജസ്റ്റ് കണക്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി. 9 വോൾട്ട് ബാറ്ററിയാണ്. രണ്ട് ഡിവൈസുകളിലും നമ്മൾ കണക്ട് ചെയ്യണം. ഇതിൻ്റെ റിസീവറാണ്. ഇതിന് അടുത്തൊരു ചെറിയ ആൻറ്റിനയൊക്കെ ഉണ്ട്. നമുക്ക് കേബിൾ ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതിൽ നമ്മളൊരു 9 വോൾട്ടിൻ്റെ ബാറ്ററി കണക്ട് ചെയ്യണം. ഇതിൽ ചെറിയൊരു വോളിയം കൺട്രോളർ, ഒരു ഹെഡ്ഫോൺ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ജാക്ക് ഉണ്ട്. അതെല്ലാം നമുക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് ചെറിയ സൗണ്ട് ഉണ്ടെങ്കിൽ പോലും തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഫെസിലിറ്റി കൊടുത്തേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് നെറ്റ്വർക്ക് കേബിൾ കണക്ട് ചെയ്തതിൻ്റെ നെറ്റ്വർക്ക് കേബിളിൻ്റെ ഒരു സൈഡ് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ കേബിളിൽ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ, ഡാമേജ് 8 കേബിൾസാണ് ഉള്ളത്. 4 പെയേഴ്സ്
അപ്പോൾ അത് അതിനകത്ത് ഏതെങ്കിലും ഒരു കേബിൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡേറ്റ ചിലപ്പോൾ ട്രാൻസ്ഫർ ആയി വരില്ല. കേബിൾ നമ്മളിങ്ങനെ സ്കാൻ മോഡിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റിസീവറിൻ്റെ അടുത്ത് ഈ കേബിൾ പോകുന്ന വഴിയൊക്കെ നമ്മളിങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു ബസറിൻ്റെ സൗണ്ട് നമുക്കിതുപോലെ കേൾക്കാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ഈ കേബിൾ ഏതാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഒരുപാട് കേബിളുകൾ വരുമ്പോഴത്തേക്ക് ഈ ഡിവൈസ് നമുക്ക് വളരെ യൂസ്ഫുള്ളാണ്. ഇപ്പോൾ 1-2 കേബിൾസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. പക്ഷേ നമ്മളൊരു സ്വിച്ച് റൂമിലോ അല്ലെങ്കിൽ ഒരു സ്വിച്ചിലേക്കൊക്കെ ഒരുപാട് കേബിൾസ് വരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇതുപോലൊരു ഡിവൈസ് വളരെയധികം ഉപയോഗപ്പെടും. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ നെറ്റ്വർക്ക് കേബിളൊക്കെ വലിച്ചിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് നമുക്ക് നെറ്റ് കിട്ടാത്ത സാഹചര്യങ്ങളൊക്കെ വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ നമുക്കിത് എവിടെ നിന്നാണ് ഈ പ്രശ്നമൊന്നും ട്രേസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് കേബിൾ വർക്കിംഗ് ആണോ, കേബിളിൽ എന്തെങ്കിലും കട്ടായിട്ടുണ്ടോ, എലിയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലാതെ നമുക്കിത് അറിയാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ കേബിൾ ടെസ്റ്റർ അത് ടെസ്റ്റിംഗ് മോഡിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ എല്ലാ കേബിളും ആക്റ്റീവ് ആണോ, ക്രിമ്പിങ്ങിലൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടോ, അതിൽ എലി എന്തെങ്കിലും കറണ്ട് കളഞ്ഞിട്ടുണ്ടോ, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡിവൈസ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഡിവൈസാണ്. പലപ്പോഴും അല്ലെങ്കിൽ നമുക്കിത് എവിടെ നിന്നാണ് ഇഷ്യൂ വന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. വളരെ ചെറിയ വിലയിൽ നമുക്ക് ആമസോൺ പോലുള്ള ഇ-കൊമേഴ്സ് വെബ്സൈറ്റിൽ നിന്നൊക്കെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഡിവൈസാണ് ഇത്. അതല്ല നമുക്കിപ്പോൾ കേബിളിൻ്റെ എക്സാക്റ്റ് ലെങ്ത്, എത്ര ലെങ്തിനാണ് കട്ടായി പോയേക്കുന്നത്, പെയർ എങ്ങനെയാണ് ട്വിസ്റ്റായി പോയേക്കുന്നത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഫ്ലൂക്ക് പോലുള്ള മറ്റ് ഡിവൈസുകളുണ്ട്, ഫ്ലൂക്കിൻ്റെ ഡിവൈസുകളുണ്ട്. അതല്ലാതെ ഇത് വളരെ വളരെ ചെറിയ എമൗണ്ടിൽ നമുക്ക് ആമസോണിലൊക്കെ കിട്ടുന്ന ഡിവൈസാണ്. ഇതുപോലെ തന്നെ മറ്റ് കേബിളുകൾ നമുക്ക് ഇതുപോലെ ഈ RJ11 സോക്കറ്റിൽ കണക്ട് ചെയ്ത ഒരു RJ11 ആണ്. അത് നമുക്ക് ഫോണിനൊക്കെ പണ്ട് യൂസ് ചെയ്തിരുന്ന RJ11 എന്ന് പറയുന്നത് ഇച്ചിരി വലിപ്പം കുറഞ്ഞ കണക്ടറാണ്. അതും നമുക്കിതിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഇതിൽ 2 ക്രൊക്കോഡൈൽ കണക്ടർ ഉണ്ട്. അത് കണക്ട് ചെയ്തിട്ട് നമുക്ക് സാധാ കേബിളുകളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. ഒരു ഇലക്ട്രീഷ്യന്മാർക്കൊക്കെ ആണെങ്കിൽ പോലും ഈ സാധനം വളരെ ഉപയോഗപ്പെടും. കേബിളുകളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ വളരെ ഉപയോഗപ്പെടും. ഒരുപാട് കേബിൾസ് ഉള്ള ഒരു സാഹചര്യത്തിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ AC കറണ്ടോ അങ്ങനത്തെ അല്ലെങ്കിൽ POE ഇഞ്ചക്ടേഴ്സ് അതുപോലെയുള്ള സാഹചര്യങ്ങൾ മാക്സിമം ഈ ഡിവൈസ് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ഇനി നമുക്കൊരു നെറ്റ്വർക്ക് കേബിൾ എങ്ങനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് നെറ്റ്വർക്ക് കേബിളുകൾ നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്ക് ലോങ് ഡിസ്റ്റൻസിലേക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റർഫറൻസ് ആണ്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റർഫറൻസിന് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നെറ്റ്വർക്ക് കേബിളുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നെറ്റ്വർക്ക് കേബിളിനകത്ത് ഒരുപാട് ട്വിസ്റ്റഡ് ആയിട്ടുള്ള പെയർസിനെ കാണാൻ സാധിക്കും. അത് സാധാരണ ഒരു 4 പെയറാണ് ഉപയോഗിക്കുന്നത്. ടോട്ടൽ 8 കേബിളാണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് UTP കേബിളും STP കേബിളും ഉണ്ട്. അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയറാണ് UTP കേബിൾ. STP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീൽഡിലുള്ള ട്വിസ്റ്റഡ് പെയറാണ്. അപ്പോൾ സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്നത് കൂടുതൽ UTP കേബിളാണ്. STPയേക്കാളും കുറച്ചുകൂടെ വില കുറവ് UTP കേബിളിനാണ്. STP എന്ന് പറയുമ്പോൾ അതിനൊരു ഷീൽഡ് വരും. കുറച്ചുകൂടെ മാഗ്നറ്റിക് ഇൻ്റർഫറൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ STP കൂടുതൽ സഹായിക്കും. പക്ഷേ കുറച്ചുകൂടെ കോസ്റ്റ്ലി ആയതുകൊണ്ട് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ആണ് അത് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഇപ്പം ഹൈ സ്പീഡാണ്, ഇപ്പോൾ ഡാറ്റാ സെൻറ്റർ അല്ലെങ്കിൽ സെർവർ റൂം അങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ ഉള്ളപ്പോഴത്തേക്കും കൂടുതലും STP കേബിൾസ് യൂസ് ചെയ്യും. സാധാരണ വീട്ടിലെ ഉപയോഗം അല്ല ചെറിയ യൂസൊക്കെ ഉള്ള ഒരുപാട് ലെങ്തിയുള്ള കേബിളിംഗ് അല്ല
അങ്ങനത്തെയൊക്കെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ലൈനിൻ്റെ അടുത്തൂടെ ഒന്നും അല്ല നെറ്റ്വർക്ക് കേബിൾസ് പോകുന്നത്. അങ്ങനെ പോകാൻ പാടില്ല. നെറ്റ്വർക്ക് കേബിൾസ് അതുപോലുള്ള ഡാറ്റ കേബിൾസ് ഒന്നും നമ്മൾ ഇലക്ട്രിക്കൽ ലൈനിൻ്റെ അടുത്തൂടെ വിടാൻ പാടില്ല. അതൊക്കെ പ്രത്യേകം ഡെഡിക്കേറ്റഡ് ആയിട്ട് മാറ്റി അതിനായിട്ട് വേറെ കേബിളിങ് ചെയ്യേണ്ടതാണ് നമ്മൾ. ഇപ്പോൾ ഈ പറയുന്നത് നമ്മുടെ വീടുകളിലെ ആവശ്യത്തിനൊക്കെ സാധാരണ UTP കേബിൾസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് പ്രധാനമായിട്ട് 4 പെയർസാണ് വരുന്നത്. ഒരു ബ്ലൂ വൈറ്റ് പെയർ, ഒരു ഓറഞ്ച് വൈറ്റ് പെയർ, ഒരു ബ്രൗൺ വൈറ്റ് പെയർ, പിന്നെ ഒരു ഗ്രീൻ വൈറ്റ് പെയർ. നമ്മൾ നെറ്റ്വർക്ക് കേബിൾ ക്രിമ്പ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും കുറച്ച് കേബിളുകൾ ചുമ്മാ അടുക്കി വെച്ചിട്ട് മൊഡ്യൂൾ എടുത്തിട്ട് ക്രിമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ ട്രാൻസ്ഫർ നടക്കില്ല. അപ്പോൾ അതിന് ഓരോന്നിനും ഡിസൈൻ ചെയ്തേക്കുന്ന IEEE ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഓരോ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതിന് നമ്മൾ ഈ പറയുന്ന പെയറുകൾ എങ്ങനെ അറേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും ഈ കേബിളിൻ്റെ ഓരോ വർക്കിങ്. അതുപോലെ ഞാൻ മുമ്പേ പറഞ്ഞു, ഈ നെറ്റ്വർക്ക് കേബിളുകൾ നമ്മൾ വയർ കട്ട് ചെയ്തിട്ട് ജോയിൻറ്റ് ചെയ്യാനൊന്നും പാടില്ല. അതിൻ്റെയൊക്കെ മെയിൻ കാരണം ഈ ഇൻ്റർഫറൻസ് ആണ്. ഇൻ്റർഫറൻസ് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പെയറുകൾ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ട്വിസ്റ്റുകൾ നമ്മൾ ഈ അഴിച്ച് വെറുതെ ഇതാക്കുമ്പോഴത്തേക്ക് ഇൻ്റർഫറൻസ് വളരെ കൂടുതലുണ്ട്. നമ്മൾ കഴിവതും ഈ ട്വിസ്റ്റുകളൊന്നും പോകാതെ തന്നെ വേണം നോക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ക്രിമ്പ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഭാഗത്ത് മാത്രം നമ്മൾ ട്വിസ്റ്റ് റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ ട്വിസ്റ്റിൽ നിന്ന് മാറ്റിയിട്ട് കേബിൾ നേരെയാക്കാൻ പാടുള്ളൂ. ഇടയ്ക്ക് വെച്ചിത് ജോയിൻറ്റ് ചെയ്യൊന്നും ചെയ്യാൻ പാടില്ല. സാധാരണയായിട്ട് നമ്മൾ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്ക് കേബിൾ സ്ട്രെയിറ്റ് ത്രൂ എന്ന് പറയുന്ന ഒരു കോൺഫിഗറേഷനാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഇതിൻ്റെ കേബിളിൻ്റെ രണ്ടറ്റത്തും നമ്മൾ ക്രിമ്പ് ചെയ്യുന്നതിന് ഒരേ പാറ്റേൺ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അത് ആ പെയർ നമ്മൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന അതേപോലെ തന്നെ ഓർഡർ വരാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനനുസരിച്ചാണ് ഈ കേബിളിനകത്ത് ട്വിസ്റ്റുകൾ പോയേക്കുന്നത്. ഇൻ്റർഫറൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തേക്കുന്ന ഒരു മെത്തേഡ് കൂടിയാണിത്. ഇതിനകത്ത് പറഞ്ഞതിന് ഓറഞ്ച് വൈറ്റ് ഓറഞ്ച്, ഗ്രീൻ വൈറ്റ് ബ്ലൂ വൈറ്റ് ഗ്രീൻ, ബ്രൗൺ വൈറ്റ് ബ്രൗൺ, 2 സൈഡിലും ഈ സെയിം ഓർഡറിലായിരിക്കണം കേബിളുകൾ വന്നിരിക്കുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് നെറ്റ്വർക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ കോൺഫിഗറേഷൻ മാറും. ശരിക്കും ഈ രണ്ടറ്റത്തും ഒരുപോലെ ഉള്ള പാറ്റേൺ തന്നെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡേറ്റ ട്രാൻസ്ഫർ നടക്കും. പക്ഷേ ഈ ഓർഡറാണ് നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് യൂസ് ചെയ്യുന്നത്. കേബിളിൻ്റെ 2 എൻഡിലും വ്യത്യസ്തമായ ഡിവൈസുകൾ ആണെങ്കിലാണ് സ്ട്രെയിറ്റ് ത്രൂ കേബിൾ യൂസ് ചെയ്യുന്നത്. അതായത് കേബിളിൻ്റെ ഒരറ്റത്ത് ഒരു കമ്പ്യൂട്ടർ, കേബിളിൻ്റെ അങ്ങേ സൈഡിൽ ഒരു നെറ്റ്വർക്ക് സ്വിച്ച്. അത് 2 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡിവൈസസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് സ്ട്രെയിറ്റ് ത്രൂ കേബിൾ യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ രണ്ടറ്റത്തും ഒരു കമ്പ്യൂട്ടറാണ്. കമ്പ്യൂട്ടർ ടു കമ്പ്യൂട്ടർ നമ്മളിപ്പോൾ ഈ സ്ട്രെയിറ്റ് ത്രൂ നെറ്റ്വർക്ക് കേബിൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് തമ്മിൽ ഡാറ്റ ട്രാൻസ്ഫർ ആകില്ല. കാരണം അതിൻ്റെ കോൺഫിഗറേഷൻ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ 2 സൈഡിലും സിമിലർ ഡിവൈസ് ആണെങ്കിൽ, അതായത് ഒരേ കാറ്റഗറിയിൽപ്പെട്ട ഡിവൈസ് ആണെങ്കിൽ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെയുള്ള ഡിവൈസുകൾ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അതിനുള്ളൊരു ഉത്തരമാണ് ക്രോസ് ഓവർ കേബിൾ. ക്രോസ് ഓവർ കേബിൾ സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കില്ല. ചിത്രത്തിൽ കാണുന്നത് പോലെ 2 സൈഡിലും 2 എൻഡിലും 2 രീതിയിലാണ് കേബിൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിനാണ് ഒരു ക്രോസ് ഓവർ കേബിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു റൗട്ടർ, നെറ്റ്വർക്ക് റൗട്ടറും ഒരു കമ്പ്യൂട്ടറും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി, റൗട്ടറിനെ നമ്മളൊരു ചെറിയൊരു കമ്പ്യൂട്ടറായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം ഡിസ്പ്ലേ ഇല്ലാത്തൊരു കമ്പ്യൂട്ടർ പോലെ അതിൽ കമ്പ്യൂട്ടറിനകത്തുള്ള എല്ലാ പാർട്ടും റൗട്ടറിലുണ്ട് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ ഒരു കമ്പ്യൂട്ടർ പോലെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ കേസിൽ ഇതുപോലെയുള്ള അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ടു കമ്പ്യൂട്ടർ നമ്മളൊരു ക്രോസ് ഓവർ കേബിള് കണക്ട് ചെയ്താൽ മാത്രമേ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുള്ളൂ. അതായത് ഇൻ ബിറ്റ്വീൻ ഇടയ്ക്ക് ഒരു നെറ്റ്വർക്ക് സ്വിച്ച് അല്ലെങ്കിൽ ഒരു പഴയ ഹബോ അങ്ങനത്തെ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അത് സാഹചര്യമാണ് പറയുന്നത്. ഡയറക്റ്റ് കേബിൾ മാത്രം ഉണ്ടെങ്കിൽ ക്രോസ് ഓവർ കേബിൾ ഉപയോഗിച്ചാൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ നടക്കുകയുള്ളൂ. അതിൻ്റെ കേബിൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഓർഡർ നമ്മൾ ശ്രദ്ധിക്കണം. 2 സൈഡിലും 2 സ്റ്റാൻഡേർഡ് 2 ഓർഡറിലാണ് കേബിൾ നമ്മൾ ക്രിമ്പ് ചെയ്യുന്നത്. ഇതിനെയാണ് ക്രോസ് ഓവർ കേബിൾ എന്ന് പറയുന്നത്. ക്രോസ് ഓവർ കേബിളിൻ്റെ ഒരു ആവശ്യം നമുക്കിപ്പോൾ ഇല്ലയെന്ന് തന്നെ പറയാം. കാരണം ഇപ്പോഴുള്ള സ്വിച്ചുകളും റൗട്ടറും
എല്ലാ ഡിവൈസുകളും ഓട്ടോമാറ്റിക്കായിട്ട് ഈ കേബിളിനെ ഡിറ്റക്റ്റ് ചെയ്യും. അതുകൊണ്ട് സാധാരണ സ്ട്രേറ്റ് ത്രൂ കേബിളുകളിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ള നെറ്റ്വർക്കിങ്ങിനെല്ലാം യൂസ് ചെയ്യുന്നത്. ക്രോസ് ഓവർ കേബിളിൻ്റെ ഒരു ആവശ്യം ഇപ്പോൾ പൊതുവെ ഇല്ല. ഇപ്പോഴുള്ള പുതിയ നെറ്റ്വർക്ക് ഡിവൈസുകളെല്ലാം ഓട്ടോ MDX സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇതുപോലുള്ള ക്രോസ് ഓവർ കേബിളിൻ്റെ ആവശ്യം വരുന്നില്ല. ഓട്ടോ MDX സപ്പോർട്ട് ചെയ്യുന്ന നെറ്റ്വർക്ക് കാർഡുള്ള ഡിവൈസുകൾക്ക് സാധാരണ സ്ട്രേറ്റ് ത്രൂ കേബിൾ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. വെറും നിസ്സാരക്കാരൻ എന്ന് കരുതിയ നെറ്റ്വർക്ക് കേബിളിൽ വരെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് നമുക്ക് മനസ്സിലായില്ലേ? അതായത് പിന്നെ ഈ ഒരു ചെറിയ നെറ്റ്വർക്ക് കേബിളിൽ പോലും എന്തെല്ലാം ടെക്നോളജികൾ നമ്മൾ യൂസ് ചെയ്തിരുന്നു അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ ഒരു നെറ്റ്വർക്ക് കേബിൾ വിചാരിച്ചാൽ പോലും, ഈ ഒരു നെറ്റ്വർക്ക് കേബിൾ ഒരു ചെറിയ ഒരു മിസ്റ്റേക്ക് വന്നെങ്കിൽ പോലും നമ്മുടെ ഫുൾ ഡാറ്റ ട്രാൻസ്ഫർ പ്രശ്നം സംഭവിക്കുമെന്ന് നമുക്ക് മനസ്സിലായി. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ചാനലിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള വീഡിയോകൾക്ക് ഇനിയും ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായും അറിയിക്കണം. താങ്ക് യു.